വീണ് കിടക്കുന്ന നെൽപ്പാടത്തിൽ നിന്നും നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നോക്കൂ, വീണ് കിടക്കുന്ന നെൽപ്പാടം. ആരുണ്ട് ഇവരെ സഹായിക്കാൻ? നെല്ല് വിളഞ്ഞു കിടക്കുന്നു, നെല്ല് വീണ് കിടക്കുന്നു. ലോകത്ത് ആരുണ്ട് ഈ കർഷകരെ സഹായിക്കാൻ? കൃഷിക്ക് എന്ത് സഹായമാണ് കിട്ടുന്നത്? വീണുപോയ നിലം വീണ് കിടന്ന് നശിച്ച് വിളവില്ലാതെ പോകുന്നു. അതുപോലെ കോഴിക്കൃഷി. ഇതേ നോക്കൂ, ഇതെൻ്റെ ഒരു കീരക്കൃഷിയാണ്. സാലഡ് വെള്ളരി കൃഷി. ഇങ്ങനെ പോയാൽ നോക്കൂ, 4 കുടംപുളി വെച്ചാണ്, അതിൽ 2 എണ്ണം മാത്രമേ രക്ഷപ്പെട്ടു. തെങ്ങുകൾ നോക്കൂ, അതിൻ്റെ അവസ്ഥ. ഇങ്ങനെ പലതരം കൃഷികളെ പറ്റി ചിന്തിക്കുമ്പോൾ പലതിനും നോക്കൂ, കുളം. മത്സ്യകൃഷി ചെയ്താലോ? ഈ കൃഷികൾക്ക് എന്ത് സംരക്ഷണമാണുള്ളത്? കൊയ്ത്തു കഴിഞ്ഞാൽ വെള്ളം കയറ്റിയാൽ മത്സ്യകൃഷി നശിക്കുന്നു. കാറ്റും മഴയും വന്ന് നെൽകൃഷി നശിക്കുന്നു. കോഴിയെ വളർത്തിയാൽ കോഴികൾ ചാകുന്നു. അങ്ങനെ എന്തിലേക്കിറങ്ങിയാലും അതിലെല്ലാം ഈ സാലഡ് വെള്ളരി നട്ടു, അതിലെ പകുതിയും ആദ്യം പോയി, പിന്നെ ഞാൻ 2ാമത് നട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ എന്ത് തുടങ്ങിയാലും അതിൽ ഒരു 4/1 പോലും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്നില്ല. കർഷകർക്ക് എന്ത് സംരക്ഷണമാണുള്ളത്? കൃഷിയെപ്പറ്റി ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ കർഷകർ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെട്ടാലും അവർക്ക് യാതൊരു സംരക്ഷണവുമില്ല. എത്രയോ ആത്മാക്കൾ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. ആരുണ്ട് ഈ മനുഷ്യരെ സഹായിക്കാൻ? എന്ത് കൃഷി ചെയ്താലും നഷ്ടം മാത്രം മിച്ചം. ഈ നഷ്ടബോധത്തിൽ പൊലിഞ്ഞു പോകുന്ന ജീവിതമാണ് ഇന്ന് നമ്മൾ കാണുന്ന പലതും. ആരുണ്ട് ഇവരുടെ സങ്കടം മാറ്റാൻ? ആരുണ്ട് ഇവരെ സഹായിക്കാൻ? ഞാനും കൃഷിയിലിറങ്ങി ഇതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. കൃഷി നല്ലതാണെന്ന് പറഞ്ഞാലും അതിൻ്റെ വിവിധ വശങ്ങൾ മറ്റുള്ളവർക്ക് കഷ്ടപ്പാട് മാത്രമാണ് നൽകുന്നത്. ആർക്കും അതിൽ നിന്നും ഒരു നന്മയോ ഒരു സഹായമോ കിട്ടുന്നില്ല. ഈ നശിച്ചു പോകുന്ന വിളകൾക്ക് ആരാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്? ആരാണ് സംരക്ഷണം കൊടുക്കുന്നത്? ഇതേപ്പറ്റിയൊന്നും ആരും ചിന്തിക്കുന്നുമില്ല, ആരും സഹായിക്കുന്നുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കർഷകരെ സംരക്ഷിക്കാൻ ആര് എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയണം. അതിനു വേണ്ടി കൂടാണ് ഇത് കാണുന്ന അധികാരികൾ ഒന്നുറക്കെ ചിന്തിക്കുക. ഈ ഇലക്ഷനും കാര്യങ്ങൾക്കുമായി ചിലവഴിക്കുന്നതിൻ്റെ 4/1 പണം നിങ്ങൾ കർഷകർക്ക് വേണ്ടിയോ കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടിയോ വിള സംരക്ഷണത്തിന് വേണ്ടിയോ കർഷകർക്ക് വില കിട്ടാൻ വേണ്ടിയോ ചെയ്യുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ എത്ര പേർ മണ്ണിൽ അധ്വാനിക്കാൻ തയ്യാറാകുന്നു? അധ്വാനിക്കുന്നവർക്ക് എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്? ഈ വീഡിയോ ഞാൻ അതിനായി സമർപ്പിക്കുന്നു. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്.